കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് നമുക്കൊക്കെ അറിയാം. പ്രശാന്ത് സാർ വളരെ തിരക്കുള്ള ഒരുപാട് ശസ്ത്രക്രിയകൾ അല്ലെങ്കിൽ അത്തരത്തിലൊക്കെ നടക്കുന്ന ഒരു ആശുപത്രിയാണ്. ഒട്ടനേകം പേർ നിരവധി വന്നു പോകുന്നു. അത്തരം ഒരു ആശുപത്രിയിലാണ് അത്യാഹിത വിഭാഗത്തിലെ UPS പൊട്ടിത്തെറിച്ച് 5 പേർ മരിക്കുന്നത്. ഏതെങ്കിലും തരത്തിലൊരു ആരോഗ്യ സുരക്ഷ സംബന്ധിച്ച ഒരു വീഴ്ച ഈ ഒരു വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ടോ? വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിനകത്ത് ആരുടെ വീഴ്ച എന്നുള്ളതല്ല, മൊത്തത്തിൽ വീഴ്ചയല്ലേ അത്. 2 കൊല്ലമായിട്ടുള്ളതേ ഉള്ളൂ ആ കെട്ടിടം പണി കഴിപ്പിച്ച് അല്ലെങ്കിൽ പ്രവർത്തനത്തിന് വേണ്ടി വിട്ടുകൊടുത്തിട്ടുള്ളത്. ആ കെട്ടിടത്തിനകത്ത് ഷോർട്ട് സർക്യൂട്ട് മുഖേന ഈ പറയുന്ന തീപിടുത്തം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് ഉപയോഗിച്ചിരിക്കുന്ന സാധന സാമഗ്രികളുടെ അല്ലെങ്കിൽ ആ വയറിങ്ങിന്റെ പ്രശ്നം കൊണ്ടായിരിക്കുമല്ലോ ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത്. ഇത്ര തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു സ്ഥലത്ത് അതിന്റെ വയറിങ്ങും അതിന്റെ ബിൽഡിങ്ങിന്റെ കൺസ്ട്രക്ഷനും മറ്റു കാര്യങ്ങളും ഒക്കെ അതിന്റെ ഗൗരവത്തിൽ ചെയ്യാത്തത് കൊണ്ടും അങ്ങനെ ഗൗരവത്തിൽ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം അതിന് വേണ്ടപ്പെട്ടവർ പരിശോധിക്കാത്തത് കൊണ്ടുമാണല്ലോ ഇത്തരത്തിൽ ഒരു അപകടം ഉണ്ടായിട്ടുള്ളത്. ഇതിനകത്ത് നമ്മൾ നിഷ്പക്ഷമായിട്ട് പറയുമ്പോൾ ചില കാര്യങ്ങളുണ്ട്. ഈ വീണ ജോർജൊക്കെ ലോകം വേസ്റ്റ് ആകട്ടോ. നമ്മൾ ഈ പറയുമ്പം അവര് ചുമ്മാതെ ഈ ഒരുങ്ങിക്കെട്ടി കണ്ണു എഴുതി പുരിയവും തൊട്ട് ഏതാണ്ട് ഈ ലോകത്തുള്ള വിഷയം മൊത്തം അവരുടെ തലയിൽ കൂടെ പോകുന്നതായിട്ട് അവരുടെ ഒരു ഭാവവും പടുതിയും നടത്തയും ഒക്കെ കണ്ടു കഴിഞ്ഞു. ലോക വേസ്റ്റ് ആയിട്ടുള്ളത് പിണറായി വിജയന് നാളെ കാലത്തെ ബാധ്യതകളുടെ ലിസ്റ്റ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ബാധ്യത ഉണ്ടെങ്കിൽ അത് ഏറ്റവും ആദ്യമേ കാണിക്കുന്ന അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ജനം ഏറ്റെടുക്കുന്ന വിഷയമായിട്ട് ഈ മന്ത്രി ഉണ്ടാവും. അത് അവിടെ നിൽക്കട്ടെ. അപ്പം ഞാൻ ഈ പറഞ്ഞു വന്നത് വികസനത്തിന്റെ കാര്യം നമ്മൾ നിഷ്പക്ഷമായിട്ട് പറയുമ്പോൾ വികസനത്തിന്റെ കാര്യത്തിൽ സ്കൂളുകളുടെ വികസനം, റോഡുകളുടെ വികസനം, അത് ആരൊക്കെ പറ്റിയാലും പല വികസനവും കഴിഞ്ഞ ദിവസം ഈ പറയുന്ന പോർട്ടിന്റെ കാര്യം അല്ലെങ്കിൽ നമ്മൾ കണ്ടില്ലേ വിഴിഞ്ഞത്തിന്റെ കാര്യമായാലും എല്ലാ കാര്യത്തിനകത്തും വികസനത്തിന്റെ കാര്യത്തിനകത്ത് എത്ര കുറ്റങ്ങൾ തെറ്റുകൾ ഒക്കെ ചൂണ്ടിക്കാണിക്കുമ്പോഴും മറ്റ് കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചില നിലപാടുകളും തൊഴിലാളികളുടെ ചില മൂശേട്ടകളും ഒക്കെ അങ്ങോട്ട് മാറി നിന്നിട്ട് വികസനം നടക്കട്ടെ എന്ന് വിചാരിച്ച് ഒരു പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ മറ്റ് കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭകളെ തുലനം ചെയ്യുമ്പോഴേ ഞാൻ പറയാം, ഈ 9 അല്ലെങ്കിൽ 2 കൊല്ലം ഭരിക്കുന്ന പിണറായി കാര്യങ്ങൾ നടക്കണമെന്ന് മറ്റുള്ളവരെക്കാട്ടിൽ താല്പര്യമുള്ളവരാണ്. അപ്പൊ അതിനകത്ത് നടക്കുന്നതിന് വേണ്ടി അല്പം കമ്മ്യൂണിസ്റ്റ് ശൈലിയൊക്കെ മാറ്റിവെച്ച് ഒരു മുതലാളിത്ത സംസ്കാരത്തേക്കും ഒക്കെ പോകുന്നതിനും അത്ര കുഴപ്പമൊന്നുമില്ല, ജനത്തിന് പ്രശ്നമില്ലാതെ നോക്കിയാൽ മതി എന്നുള്ള രീതി കൊണ്ടുള്ള ഒരു ആളാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്നത് പോലെ പല കാര്യങ്ങൾ റോഡിന്റെ കാര്യത്തിനകത്തും മറ്റ് പല വികസനത്തിന്റെ കാര്യത്തിനകത്തും സ്കൂളുകളുടെ കാര്യത്തിനകത്തും ഒക്കെ നമ്മൾ എത്ര പറഞ്ഞാലും സാധാരണക്കാരന്റെ സ്കൂളുകളൊക്കെ പണ്ടത്തെ കൂട്ടൊന്നുമല്ല. ആ സ്കൂളുകൾക്കകത്ത് ആ സ്കൂളുകൾ മാനേജ് ചെയ്യുന്നതിനും അല്ലെങ്കിൽ അത് വലിപ്പത്തിലാക്കി എടുക്കുന്നതിനും വൃത്തിയായിട്ട് കൊണ്ടു നടക്കുന്നതിനും സാധാരണക്കാരൻ അല്ലെങ്കിൽ സ്കൂളുകൾ ഉപയോഗിക്കുന്നതിനും വലിയ നിലവാരത്തിൽ കൊണ്ടുവരുന്നതിനും ഒക്കെ ഗവൺമെന്റ് നല്ലോണം ശ്രമിക്കണം. ഒരു ആശുപത്രികൾ നമ്മൾ എത്ര കുറ്റം പറയുമ്പോഴും അതിനകത്ത് അഴിമതി ഉണ്ട് അല്ലെങ്കിൽ പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ പറയുമ്പോഴും ആശുപത്രികൾ പഴയ ഗവൺമെന്റ് ആശുപത്രിയുടെ ശൈലിയിലൊന്നും അല്ലല്ലോ ഇപ്പൊ ആശുപത്രികൾ. അതിനകത്ത് സംവിധാനങ്ങളെല്ലാം സാധാരണക്കാരന് ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗപ്രദമാകുന്ന രീതിയിലേക്ക് കൊണ്ടുവരുന്നത്. ആ സ്ഥലത്ത് വലിയ അഴിമതി നടക്കുന്നു, അതാണ് മനസ്സിലാക്കേണ്ടത്. ഈ അഴിമതിക്ക് വഴിയൊരുക്കി കൊടുക്കുന്ന ഒരു വികസനമാണെന്ന് ആൾക്കാരെ കൊണ്ട് പറയിക്കുന്നതും അത്തരത്തിൽ തോന്നിപ്പിക്കുന്ന രീതിയിലേക്കുമുള്ള വികസനം കേരളത്തിൽ ഉടനീളം ഉണ്ടോ എന്നുള്ള കാര്യത്തെ പറ്റി നമുക്ക് സംശയമുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള സംശയങ്ങൾ ബലപ്പെടുന്ന രീതിയിലേക്കാണ് നേരത്തെ ഈ ശിവശങ്കർ എന്ന് പറയുന്ന ആളുണ്ടായിരുന്നോ, പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ടോ പ്രധാനപ്പെട്ട ഇദ്ദേഹത്തിന്റെ ഓഫീസിനകത്തിരുന്ന് ഞാൻ ജയിലിലൊക്കെ കിടന്ന് സ്വപ്ന സുരേഷുമായിട്ട് ബന്ധപ്പെട്ട് അയാൾ അന്ന് കോവിഡുമായിട്ട് ബന്ധപ്പെട്ട ചില വിഷയത്തിനകത്ത് ഇടപെട്ടതിനകത്ത് അഴിമതി ഉണ്ടെന്നും അത് പിണറായി വിജയന്റെ മകളെ രക്ഷിക്കുന്നതിനാണെന്നൊക്കെ പറഞ്ഞ ആക്ഷേപം വന്നായിരുന്നല്ലോ. അത് സംശയം ഉണ്ടാക്കുന്ന രീതിയിൽ വന്നില്ലേ. ഏറ്റവും അവസാനം ഇപ്പൊ എബ്രഹാം അയാൾ ചീഫ് സെക്രട്ടറി ആയിട്ട് പെൻഷൻ പറ്റി അയാൾ വെളിയിൽ വന്നു. അയാളുടെ സ്വത്തുക്കൾ പരിശോധിക്കുമ്പോൾ അല്ലെങ്കിൽ കോടതി പറയുന്നു ഇയാൾ സ്വത്തുക്കൾ ഉണ്ടാക്കിയത് അഴിമതിയിലൂടെയാണ്. അയാളെ വീണ്ടും പിടിച്ച് ഇവിടെ വെച്ചിരിക്കുമ്പോൾ അതും ഒരു സംശയത്തിന് ആൾക്കാർക്ക് സംശയം തോന്നിയാൽ കുറ്റം പറയാൻ പറ്റത്തില്ലല്ലോ. അഴിമതിക്കാരെ എന്തിന് ഇദ്ദേഹം സംരക്ഷിക്കുന്നു? വേറെ എത്രയോ പേരുണ്ട് ചീഫ് സെക്രട്ടറി ആയിട്ട് പെൻഷനായിട്ട് വെളിയിൽ പോകുന്ന ആളിനെ ചീഫ് സെക്രട്ടറി ആയിട്ട് ഇരിക്കുന്ന സമയത്തുള്ളതിനെക്കാട്ടി കൂടുതലായിട്ട് ശമ്പളം കൊടുത്ത് വെച്ചിരിക്കുമ്പോൾ ആൾക്കാർ സംശയം തോന്നിയാൽ കുറ്റം പറയാം. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ അഴിമതി നടക്കാൻ സാധ്യതയുള്ളതും ഏറ്റവും കൂടുതൽ കെട്ടിടം പണി നടക്കുന്നതും അതിനകത്ത് ഈ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പ്രോപ്പർ അല്ലാത്ത നിർമ്മാണ പ്രവർത്തനത്തിനകത്തുകൂടി 1 കോടി രൂപയ്ക്കകത്ത് നടക്കേണ്ട നിർമ്മാണ പ്രവർത്തനം ഇതുപോലെ അഴിമതി നടത്തി 10, 40, 50 ലക്ഷം രൂപ അതിനകത്ത് ഉപയോഗിച്ചതിന് ശേഷം
ബാക്കി 50 ലക്ഷം രൂപ അഴിമതി നടത്തി അത് വസൂലാക്കുന്നതിന് വേണ്ടി ഉദ്യോഗസ്ഥന്മാരും ഈ ഡിപ്പാർട്ട്മെന്റിലുള്ള ആ ഉദ്യോഗസ്ഥരും ഒക്കെ വളരെ കൂടുതലായിട്ട് ശ്രമിക്കുന്നുണ്ട്. അത് ആരോഗ്യ വകുപ്പിനായിട്ട് വളരെ കൂടുതലായിട്ട് ഉണ്ട്. അതാണ് ഇപ്പൊ ഈ ഏറ്റവും അവസാനം വന്നിരിക്കുന്ന തീപിടുത്തവും അതിനകത്ത് 5 മരണവും. നിങ്ങൾക്കറിയാം, ഈ കിഫ്ബിയുടെ ഫണ്ട് ഉണ്ട്. കിഫ്ബിയുടെ ഫണ്ട് 1000 കോടി രൂപ ഒരു ഫണ്ട് അല്ലെങ്കിൽ ഒരു കാര്യത്തിന് വേണ്ടി മാറ്റി വെച്ചാൽ ഇതിനകത്ത് ഇപ്പം ഒരു ചെറിയ സാധാരണക്കാരന് മനസ്സിലാവുന്ന ഉദാഹരണം പറയും. കിഫ്ബിയുടെ ഒരു ഫണ്ടിനകത്ത് ഒരു ബക്കറ്റ് മേടിക്കാൻ തീരുമാനിച്ചു. ബക്കറ്റ് ഏതൊക്കെ ഈ രീതിയിലുള്ള ബക്കറ്റ് ഉണ്ടെന്നുള്ളതിനെ പറ്റി നീതുവിന് എനിക്കും അറിയാമല്ലോ. 1000 രൂപയുടെ ബക്കറ്റും കിട്ടും, 100 രൂപയുടെ ബക്കറ്റും കിട്ടും. 1000 രൂപയുടെ ബക്കറ്റ് മേടിച്ചെന്ന് കണക്കെഴുതിയിട്ട് 100 രൂപയുടെ ബക്കറ്റ് മേടിച്ച് വെക്കുന്ന രീതിയിലേക്കുള്ള ഒരു സംവിധാനം ഈ മാതിരി വികസനത്തിന്റെ പേര് പറഞ്ഞ് ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെയുള്ളവർ, അത് ഈ അഴിമതികളൊക്കെ മന്ത്രിതലത്തിൽ നടക്കുന്നുണ്ടോ എന്നുള്ളതിനെ പറ്റി അറിയത്തില്ല. മന്ത്രിതലത്തിലൊക്കെ നടക്കുന്നത് ഇത് ടെൻഡർ കൊടുക്കുന്ന ആൾക്കാർ അഴിമതിക്കാരായിട്ടുള്ളവർക്ക് വ്യാജ ടെൻഡർ ഉണ്ടാക്കി അല്ലെങ്കിൽ അവർക്ക് സാധ്യത ഉണ്ടാക്കി അതിന്റെ രഹസ്യ സ്വഭാവം പുറത്തു കൊടുത്ത് അവരെ കൊണ്ട് മാത്രം ടെൻഡർ എടുപ്പിച്ച് അവരുടെ കയ്യിൽ നിന്ന് കോടിക്കണക്കിന് രൂപ അച്ചാരം മേടിക്കുന്ന ഒരവസ്ഥയുണ്ട്. അതിനുശേഷം ഇത് പണിയുമ്പോൾ ഈ പണിയുന്നതിനകത്ത് ശരിയായ രീതിയിലാണോ കാര്യങ്ങൾ നടക്കുന്നതിന് നോക്കേണ്ട ഉദ്യോഗസ്ഥന്മാരെ അല്ലെങ്കിൽ കൈക്കൂലി കൊടുത്ത് ഇതുപോലെ വ്യാജമായിട്ടുള്ള സാധനം ഇട്ട് പണിഞ്ഞതിന്റെ ഫലമായിട്ടാണ് സാധാരണക്കാരൻ അവിടെ ഈ പറയുന്ന അത്യാഹിത വിഭാഗത്തിൽ കിടന്നപ്പോൾ കഴിഞ്ഞ ദിവസം തീപിടുത്തം ഉണ്ടാകുമ്പോൾ അവിടുന്ന് മാറ്റേണ്ടി വരികയും അപ്പോൾ അത്യാവശ്യം 1 സെക്കൻഡ് പോലും ഈ പറയുന്ന ഓക്സിജനും ഒക്കെ മാറ്റിയാൽ മരിച്ചു പോകുന്ന രീതിയിലുള്ള രോഗികളുള്ള അത്യാഹിത വിഭാഗത്തിൽ നിന്നും അങ്ങനെ മാറ്റേണ്ടതായിട്ടുള്ള അവസ്ഥ വന്നപ്പോൾ അവരെ മാറ്റി മറ്റു സ്ഥലങ്ങളിലേക്ക് സ്ഥാപിക്കുന്ന സമയം കൊണ്ട് അവർ മരിച്ചു പോകുന്നു. അങ്ങനെയാണ് 5 പേര് മരിച്ചു പോയത്. ഇതിന് കാരണക്കാർ ഉദ്യോഗസ്ഥന്മാരും ഈ പറയുന്ന മന്ത്രിമാരും ഒക്കെയാണ്. മന്ത്രിമാർ അറിഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, മന്ത്രിമാർ അറിയണം. അതിനാണല്ലോ നിങ്ങളെ മന്ത്രിയാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾ വികസനം എന്ന് പറയുന്ന നാട്ടുകാർ അംഗീകരിക്കുമ്പോൾ ഈ വികസനത്തിന്റെ പുറകിൽ സാധാ ഒരു ക്ലർക്ക് ഉൾപ്പെടെ ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെ അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ഉൾപ്പെടെ ഈ ഡിപ്പാർട്ട്മെന്റിൽ ഇരിക്കുന്ന അതിന് താല്പര്യമുള്ളവർ കോടാനുകോടി രൂപ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ, അഴിമതി നടക്കുന്നുണ്ടെങ്കിൽ, ഇത്തരത്തിൽ ഈ കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അത് കണ്ടില്ലെന്ന് നടിക്കുകയും അല്ലെങ്കിൽ അത് അനുവദിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന രീതിയിലേക്ക് മന്ത്രിമാർ പോകുന്നുണ്ടെങ്കിൽ അവർക്കും എന്തെങ്കിലും താല്പര്യം കാണണം. അല്ലെങ്കിൽ അവരുടെ അഴിമതികൾ ഇതിന്റെ പുറത്ത് നടക്കുന്നു അല്ലെങ്കിൽ ഇതിന്റെ മുകളിൽ നടക്കുന്ന കാര്യങ്ങൾ ആൾക്കാർ ശ്രദ്ധിക്കാതെയും ചർച്ച ചെയ്യാതെയും പോകുന്നതിന് വേണ്ടിയാണ് ഇത്തരം കാര്യങ്ങൾ. അതുകൊണ്ട് വീണ ജോർജിന്റെ ഡിപ്പാർട്ട്മെന്റിനകത്ത് വളരെ വലിയ വലിപ്പത്തിൽ അഴിമതി നടക്കുന്നുണ്ട്. അത് കണ്ടില്ലെങ്കിൽ വീണ കാണേണ്ടതായിട്ടുണ്ട്. കണ്ടില്ല അറിഞ്ഞില്ല എന്ന് പറയുന്നതിനകത്ത് അർത്ഥമില്ല. അത് കാണാനും അറിയാനും കൃത്യമായിട്ട് കൊണ്ടുപോകുന്നതിനും ഒക്കെ വേണ്ടിയാണ് ഇത്തരത്തിൽ മന്ത്രിമാരെയും അല്ലെങ്കിൽ അതിന് ഉത്തരവാദിത്തപ്പെട്ടവരെയും നാട്ടുകാർ ജനപ്രതിനിധികളായിട്ട് വെച്ച് ഏൽപ്പിക്കുന്നത്. കണ്ടില്ല എന്ന് പറഞ്ഞു പോകുന്നതിനകത്ത് ജനം സംശയിക്കുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ആൾക്കാരെ കാണാതിരിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനം അതിന്റെ പുറത്തുണ്ടാകുന്നെന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ ആൾക്കാരാണ് ഇത് ചെയ്യുന്നതെന്നോ ഒക്കെ വിചാരിച്ചാൽ അല്ലെങ്കിൽ നിങ്ങളുടെ പുറത്ത് അഴിമതി ഉണ്ടെന്ന് ഒക്കെ വിചാരിച്ചാൽ അതിന് തെറ്റു പറയാൻ സാധിക്കത്തില്ല. ഒന്നല്ല, നിങ്ങൾ മന്ത്രിയായി വന്നതിന് ശേഷം നിരന്തരം പ്രശ്നങ്ങളാണ്. ആ പ്രശ്നങ്ങൾ ഒന്നും വളരെ കൃത്യമായിട്ട് ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന രീതിയിൽ മാനേജ് ചെയ്ത് അതിന് തീർപ്പുണ്ടാക്കുന്നതിന് വേണ്ടി കഴിയാത്തൊരു മന്ത്രിയാണ്. നിങ്ങൾക്ക് മുമ്പും ഇതേ പാർട്ടിക്കകത്ത് ഇതേ തസ്തിക വഹിച്ചിരുന്ന മന്ത്രിമാരൊക്കെ ഉണ്ട്. അവരെ പറ്റി ഇല്ലാത്ത ആക്ഷേപം ഒരുപക്ഷെ നിങ്ങളെ പറ്റി വരുന്നു. നിങ്ങൾ ഒരു കമ്മ്യൂണിസ്റ്റ് ആയതിനകത്ത് വളരെ ചുരുങ്ങിയ സമയമായിട്ടുള്ളൂ. അതിനു മുമ്പ് ഒരു കേരള കോൺഗ്രസ് ആയിരുന്നു. അതിനു മുമ്പ് ഇരുന്ന പാർട്ടിയുടെ പാരമ്പര്യം ഒക്കെ വെച്ചിട്ട് ജനത്തെ താല്പര്യപൂർവ്വം പരിഗണിക്കാതെ അത്തരത്തിലൊരു കമ്മ്യൂണിസ്റ്റുകാരിയാവാതെ പോകുന്നതിന്റെ ഒരു അവസ്ഥയായിരിക്കുമെന്ന് ചിലരെങ്കിലും സംശയിക്കുന്നുണ്ട്. അത്തരത്തിൽ പാർട്ടിക്കകത്തുനിന്ന് പല സ്വരങ്ങൾ വരുന്നുണ്ട്. നിങ്ങളെ ആര് സംരക്ഷിക്കുന്നു എന്നുള്ളതല്ല പ്രശ്നം. നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി വളരെ കൃത്യമായിട്ടും വ്യക്തമായിട്ടും നടക്കാത്ത ഒരവസ്ഥയാണ് ഇന്ന് നമ്മൾ പല ഘട്ടങ്ങളിൽ കാണുമ്പോൾ കാണുന്നത്. അഴിമതികളുടെ കൂത്താട്ടം അത് നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിലുണ്ട്. അത് നിങ്ങൾ കണ്ടില്ലെങ്കിൽ അവർക്ക് കൊള്ളൂത്തുകാരിയായിട്ട് നിങ്ങളെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് ശരിയാണെന്ന് ജനം തീരുമാനിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ അത്തരത്തിൽ തോന്നത്തക്ക രീതിയിലേക്കുള്ള ഒരു അവസ്ഥയിലേക്കാണ് നിങ്ങളുടെ പോക്ക്. ഏതായാലും ഇപ്പോൾ ആശുപത്രിക്ക് തീയിട്ടു, നാളെ ജനം നിങ്ങൾക്ക് തീയിടുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാതിരിക്കുന്നതാവും നന്നാവും.
യെസ്. അതാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അത്യാഹിത വിഭാഗത്തിൽ UPS പൊട്ടിത്തെറിച്ച സംഭവത്തിൽ പ്രശാന്ത് സർ നടത്തിയ ചില നിരീക്ഷണങ്ങളിൽ ഒരു കാര്യം വ്യക്തമാണ്. ഒന്ന്, ആ ആശുപത്രി കെട്ടിടം ഈ അടുത്തിടെ പണിതതാണ്, അല്ലെങ്കിൽ അതിനകത്തേക്ക് വാങ്ങിയിരിക്കുന്ന എക്യുപ്മെന്റ്സ് ഒക്കെ പുതിയതാണ് എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ പുതിയ എക്യുപ്മെന്റ്സ് വാങ്ങുമ്പോൾ പ്രശാന്ത് സാർ പറഞ്ഞതുപോലെ ഓരോ എക്യുപ്മെന്റ്സിനും ഓരോ റേറ്റ് ആണ്. ഒരു എന്താ പറയാ, ക്വാളിറ്റി അനുസരിച്ചാണ് അതിന്റെ റേറ്റ് നിർണ്ണയിക്കുന്നത്. അത്തരത്തിൽ വില കുറഞ്ഞ സാധനങ്ങളാണോ ഒരാശുപത്രിയിലേക്ക് വാങ്ങിയത് എന്നുള്ള തരത്തിലൊക്കെ അന്വേഷണം വരേണ്ടതുണ്ട്. എന്തായാലും വ്യക്തമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.